പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം വേദയോട് പറയുന്നുണ്ട്, ഒരു നിമിഷം എൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റുമോ? വിക്രം പറഞ്ഞത് കേട്ട് വേദ അന്താളിച്ച് നിൽക്കുകയാണ്. വിക്രമിന് ഇത് എന്തു പറ്റി? റൂമിൽ കയറിയാൽ തന്നെ ആട്ടി ഇറക്കുന്ന ആളാ. വിക്രം പറയുന്നുണ്ട്, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം എന്ന് വേദ ചോദിക്കുമ്പോൾ, ഗുണ്ടാപ്പണി ചെയ്യുന്ന വിക്രമിനെ മാത്രമേ നിനക്ക് അറിയുകയുള്ളൂ. പണ്ട് ഞാൻ അങ്ങനെയല്ലായിരുന്നു. കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നന്നായി പഠിക്കുമായിരുന്നു. ക്ലാസ്സിൽ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവൾ മാത്രമായിരുന്നു എന്നോട് സംസാരിക്കാറുള്ളത്. ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂൾ കഴിഞ്ഞിട്ട് വരാറുള്ളത്. ഇപ്പോഴും എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വിക്രം വേദിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് അവളോട് പ്രണയമാണെന്ന്. അങ്ങനെയൊന്നുമില്ല, അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഇത് കേട്ടപ്പോഴാണ് വേദയ്ക്ക് സമാധാനമായത്. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, അവൾ രാധയെ പോലെയാണ് സംസാരവും പെരുമാറ്റവുമെല്ലാം. രാധയെ കാണുമ്പോൾ എനിക്ക് അവളെയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് അവൾ പിറകെ വരുമ്പോൾ എനിക്ക് അകറ്റാൻ കഴിയാത്തത്. പലപ്പോഴും അവളുടെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഞാൻ അവളെ അകറ്റി നിർത്താത്തത് അതുകൊണ്ടാ. അല്ലാതെ എനിക്ക് അവളോട് സ്നേഹമൊന്നുമില്ല. അത് നിന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ പറയുന്നതല്ല, ഇതാണ് സത്യം. അത് കേട്ട് വേദ പറയുന്നുണ്ട്, ഇതെല്ലാം എന്നോട് എന്തിനാണ് പറയുന്നത്? അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ശ്രീനിവാസൻ സാർ എന്നോട് സംസാരിച്ചിരുന്നു, എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അത് കേട്ട് വേദ പറയുന്നുണ്ട്, എന്ത് കാര്യം? അത് രാധയുടെ അച്ഛൻ ശ്രീനിവാസൻ സാറിനെ പോയി കണ്ടിരുന്നു. രാധയ്ക്ക് വിവാഹം നോക്കുന്നുണ്ട്, പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. എനിക്ക് അവളെ ഇഷ്ടമാണ് എന്നാണ് അവൾ ധരിച്ചിരിക്കുന്നത്. എനിക്ക് നിന്നോട് ദേഷ്യമാണല്ലോ, എന്നെങ്കിലും നിന്നെ വിട്ടുകളയുമെന്ന് രാധ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ വേദ വിക്രമിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ആര് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല എന്ന്? നിങ്ങളുടെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് വേതാളം. എന്നെക്കൊണ്ട് വെറുതെ ഒന്ന് പറയിപ്പിക്കല്ലേ. ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല. വേദ പറയുന്നുണ്ട്, ശരി ശരി, എന്നാൽ പറഞ്ഞോളൂ. ശ്രീനി സാർ എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാൻ കാരണമാണ് രാധ വിവാഹത്തിന് സമ്മതിക്കാത്തതെന്ന്. രാധയുടെ അച്ഛൻ ശ്രീനി സാറിനെ കണ്ട് സങ്കടം പറഞ്ഞു. രാധ വിവാഹത്തിന് മനസ്സറിഞ്ഞ് സമ്മതിക്കണമെങ്കിൽ നമ്മൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്നും ജീവിതം തുടങ്ങിയെന്നും അവൾക്ക് ബോധ്യമാകണം എന്നാണ് ശ്രീനി സാർ പറഞ്ഞത്. ശരിയാണ്, ഞാൻ കാരണം രാധയുടെ ജീവിതം ഇല്ലാതാക്കാൻ പാടില്ല. രാധ വിവാഹത്തിന് സമ്മതിക്കണം. ഞാൻ അവളെ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. എൻ്റെ പിറകെ ഇങ്ങനെ നടക്കല്ലേ എന്ന് ഞാൻ ഒരുപാട് പറഞ്ഞതാ. നിൻ്റെ സ്വഭാവം തന്നെയാണ് അവൾക്ക്. കടിച്ചു തൂങ്ങി നടന്നോളും. ശ്രീനി സാർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് വേദ ചോദിക്കുന്നുണ്ട്, വിക്രം എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വേദ പറയുന്നുണ്ട്, ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. നിങ്ങൾ ശരിക്കും എന്നെ സ്നേഹിക്കണം, അത് അവൾക്ക് ബോധ്യമാകണം. അങ്ങനെ ചെയ്താൽ എന്താണ് കുഴപ്പം വിക്രം? നമ്മൾ സന്തോഷമായി ജീവിക്കുന്നത് അവളെ കാണിച്ചു കൊടുക്കണം. അതുതന്നെയാണ് ഞാനും പറയുന്നത്. നമ്മൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്നും ജീവിതം തുടങ്ങിയെന്നും അവൾ മനസ്സിലാക്കണം. അതിന് നീ എൻ്റെ കൂടെ നിൽക്കുമോ? വിക്രം എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വേദ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നമുക്ക് അഭിനയിക്കാം. വിക്രം പറയുന്നുണ്ട്, അതെ, അവൾക്ക് അങ്ങനെയൊന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്നേഹത്തിലാണെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് നമുക്ക് അഭിനയിക്കണം. ഇപ്പോൾ മനസ്സിലായോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. അത് കേട്ട് വേദ പറയുന്നുണ്ട്, എന്തിനാണ് വിക്രം അഭിനയിക്കുന്നത്? ശരിക്കും നിനക്ക് എന്നെ സ്നേഹിച്ചാൽ മതിയല്ലോ. പറ്റില്ല എന്ന് വിക്രം ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. അങ്ങനെ വിക്രം ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്, രാധയ്ക്ക് വേണ്ടി നിനക്ക് എൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ പറ്റുമോ? നിനക്കൊന്ന് അഭിനയിച്ചൂടെ? സമ്മതമാണെങ്കിൽ കൈത്താ എന്ന് വിക്രം പറയുന്നുണ്ട്. അങ്ങനെ വേദ ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം സമ്മതിക്കുന്നുണ്ട്. ആ സമയം വിക്രം പറയുന്നുണ്ട്, എന്നാൽ ശരി, നീ പോയിക്കോ. അത് കേട്ട് വേദ പറയുന്നുണ്ട്, അപ്പോൾ കാര്യം കഴിഞ്ഞപ്പോൾ എന്നെ വേണ്ട അല്ലേ? ആ സമയം വിക്രം പറയുന്നുണ്ട്, ഒന്ന് പോയി തരാമോ വേതാളമ്മേ? വേദ അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. വിക്രമിൻ്റെ റൂമിൽ നിന്ന് വേദ വരുന്നത് ശ്രീജ കാണുന്നുണ്ട്. എന്നിട്ട് വേദയോട് പറയുകയാണ്, വിക്രം നല്ലവനാ. ഇപ്പോൾ കാണുന്ന പരിക്കം മട്ടൊന്നും അവന് പണ്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവൻ്റെ സാഹചര്യം കൊണ്ട് അവൻ അങ്ങനെയായതാണ്. അവനൊരു പഞ്ചപാവമായിരുന്നു. അച്ഛനും അമ്മയ്ക്കും അവനെ വലിയ ഇഷ്ടമായിരുന്നു. ഇതവൻ്റെ രണ്ടാം ജന്മം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ആ പഴയ വിക്രം എവിടെ പോയി? കാണുന്നത് വേറെ ആരെങ്കിലും ആണോ എന്ന്. അത്ര മാറിപ്പോയി വിക്രമിൻ്റെ സ്വഭാവം. അതുപോലെ തന്നെയാണ് രൂപത്തിലും. ഇങ്ങനെയുള്ള വേഷമൊന്നും അവൻ ധരിക്കാറില്ല. അത് കേട്ട് വേദ പറയുന്നുണ്ട് ശ്രീജയോട്, അങ്ങനെ ഒരാൾ ഇങ്ങനെ മാറണമെങ്കിൽ അതിന് വലിയൊരു കാരണമുണ്ടാവില്ലേ ശ്രീജയെടുത്തി? അത് കേൾക്കുമ്പോൾ ശ്രീജയുടെ മുഖം മാറുന്നുണ്ട്. അത് മോളെ, ഇപ്പോഴല്ല, പിന്നീട് ഒരിക്കൽ ഞാൻ നിന്നോട് പറയാം. വിക്രം ഇങ്ങനെയാകാൻ വലിയൊരു കാരണം തന്നെയുണ്ട്. പക്ഷേ മോളെ, ഒരു കാര്യമുണ്ട്. അവൻ്റെ മനസ്സിൽ സ്നേഹം, സഹതാപം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി, ഇതൊന്നും മാറിയിട്ടില്ല. വേദിക്ക് കിട്ടിയത് നല്ല സ്നേഹമുള്ള നല്ല മനസ്സുള്ള ഒരാളെ തന്നെയാണ്. അത് വേദിയുടെ ഭാഗ്യം തന്നെയാണ്. അത് പിന്നീട് എപ്പോഴെങ്കിലും വേദയ്ക്ക് മനസ്സിലാകും.
അവനെക്കുറിച്ച് നന്നായി അറിഞ്ഞത് കൊണ്ട് പറഞ്ഞതാണ്. അവൻ നന്നായി പഠിക്കുമായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും വലിയൊരു പ്രതീക്ഷയായിരുന്നു അവൻ. അവൻ വലിയ നിലയിലെത്തേണ്ട ആളായിരുന്നു. എല്ലാം അവനായിട്ടാണ് നശിപ്പിച്ചത്. അതുകൊണ്ടാണ് അച്ഛന് അവനോട് അത്രയും ദേഷ്യം. അത് കേട്ട് വേദ പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് ആ കാര്യം എന്നോട് പറഞ്ഞൂടെ? ആ കാര്യം ഞാൻ അറിഞ്ഞാൽ എന്താണ് പ്രശ്നം? എന്നായാലും ഞാൻ അറിയേണ്ടതല്ലേ? പറയൂ ഏട്ടത്തി, എനിക്കറിയണം. വേദ ആകാംക്ഷയോട് കൂടി ശ്രീജിയോട് ചോദിക്കുകയാണ്. ആ സമയം നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട്. ദേ അമ്മ വിളിക്കുന്നുണ്ട്, അടുക്കളയിലേക്ക് വരാൻ പറഞ്ഞു. അല്ല, രണ്ടുപേരും കൂടി എന്ത് രഹസ്യമാണ് പറയുന്നത്? നിങ്ങൾ അടുക്കളയ്ക്ക് വാ, അടുക്കളയിൽ ഒരുപാട് ജോലികളുണ്ട് ചെയ്യാൻ. അങ്ങനെ ശ്രീജ പറയുന്നുണ്ട്, വേദി നമുക്ക് അടുക്കളയിലേക്ക് പോകാം, ഇക്കാര്യം പിന്നീട് സംസാരിക്കാം. അങ്ങനെ രാധയുടെ വീട്ടിൽ രാധയെ പെണ്ണ് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ആ സമയം രാധ പറയുകയാണ്, ആര് വന്നാലും കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിക്രമിനെ കല്യാണം കഴിക്കൂ. എൻ്റെ ഇഷ്ടത്തിനാണോ ഇവരൊക്കെ വിളിച്ചു വരുത്തിയത്? ഞാൻ അവരോട് പറയുകയാണ് എനിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്ന്. അവരറിയട്ടെ എല്ലാ കാര്യവും. അപ്പോൾ പിന്നെ ഈ വിവാഹം നടക്കില്ലല്ലോ. ആരെന്നെ കാണാൻ വന്നാലും ഞാൻ പറയും എനിക്ക് വിക്രമിനെയാണ് ഇഷ്ടമെന്ന്. അതുകൊണ്ട് രാധയുടെ അമ്മ പറയുന്നുണ്ട്, എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയില്ലേ? 24 മണിക്കൂറും കുടിച്ച് ആകെ ലക്ക് കെട്ടാണ് നടക്കുന്നത്. ഇനി എന്നാ നിന്റെ കല്യാണം നടക്കാൻ പോകുന്നത്? നിന്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുമായി ഇനി എന്നാണ് ഇതൊക്കെ നടക്കാൻ പോകുന്നത്? അത് കേട്ട് രാധ പറയുന്നുണ്ട്, ഞാൻ വിക്രമിൻ്റെ പെണ്ണാണ്. അത് കേട്ട് രാധയുടെ അമ്മ പറയുന്നുണ്ട്, അത് നീ മാത്രം പറഞ്ഞാൽ മതിയോ? അവൻ്റെ പെണ്ണ് അവൻ്റെ വീട്ടിലുണ്ട്. അവൻ താലി കെട്ടിയ അവൻ്റെ ഭാര്യ. നീ അവൻ്റെ ആരുമല്ല. അത് നിനക്ക് എന്താണ് മോളെ മനസ്സിലാകാത്തത്? അവൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിൻ്റെ പേരിലാണ് മോള് അവന് വേണ്ടി കാത്തിരിക്കുന്നത്? അത് കേട്ട് രാധ പറയുന്നുണ്ട്, എനിക്കറിയാം വിക്രമിന് എന്നെ ഇഷ്ടമാണെന്ന്. ആ വേദ അവൾ കാരണമാണ് അവൻ പറയാത്തത്. അത് കേട്ട് അമ്മ പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. ദേഷ്യം വന്നാൽ നിന്റെ അച്ഛൻ എന്തൊക്കെയാണ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. മോൾ ഈ ചായ കൊണ്ടു കൊടുക്ക്, വെറുതെ അവിടെ നിന്ന് കൊടുത്താൽ മതി. പറയുന്നത് കേൾക്ക് മോളെ. അങ്ങനെ മനസ്സില്ലാ മനസ്സോട് കൂടി രാധ ചായയുമായിട്ട് പോകുന്നുണ്ട്. പയ്യന് രാധയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ രാധ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ നോക്കുന്നുണ്ട്. പയ്യൻ്റെ കൂടെയുള്ളവർ പറയുന്നുണ്ട്, ഈ കുട്ടിയെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ സമയം പയ്യൻ പറയുന്നുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി, എനിക്ക് ഈ കുട്ടിയെ മതി, നമുക്കിത് ഉറപ്പിക്കാം, കല്യാണത്തിന് എന്നായാലും എനിക്ക് സമ്മതമാണ്. ആ സമയം രാധയ്ക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാനാകാതെ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടുകാരെല്ലാവരും കൂടി ആ കല്യാണം നടത്താനായിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ രാധയുടെ അമ്മ വിക്രമിനെ കാണുന്നുണ്ട്. മോൻ രാധയെ കണ്ട് ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പറയണം. അവൾ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, രാധയെ വിവാഹത്തിന് സമ്മതിക്കാൻ ഒരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. രാധ എന്തായാലും വിവാഹത്തിന് സമ്മതിക്കും. അങ്ങനെ വിക്രം രാധയുടെ അമ്മയെ സമാധാനപ്പെടുത്തി പറഞ്ഞു വിടുകയാണ്.